അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. സമൂഹ നന്മയ്ക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരും മുന്നേറണമെന്ന് സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു. മദ്ഹ് റസൂൽ കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം സമസ്ത തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ആത്മാവിന്റെ പിതാവായിട്ടാണ് സഹാബത്ത് കണ്ടത്. അതുകൊണ്ടാണ് അദമ്യമായ പ്രണയം അവരിൽ ഉണ്ടായത്. ഒരു 25 കൊല്ലം കഴിഞ്ഞ് വരുന്ന നമ്മുടെ തലമുറയിൽ ആരാണ് മോനെ നബി എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പോലെയൊക്കെ ഉള്ള ഒരാൾ നബുദില്ല. അങ്ങനെയുള്ള ഒരു രീതിയായിട്ടുണ്ട്. നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നത് 25 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരോടാണ്. അവരേതായാലും സ്വർഗം ഉറപ്പിച്ചവരാണ് നമ്മുടെ വിശ്വാസം. നമ്മളൊക്കെ സ്വർഗത്ത് കിടക്കുകയാണെങ്കിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏന്തി വലിഞ്ഞു വരുമ്പോൾ ഇവരൊക്കെ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവും കസേരയിൽ. ഈ പ്രായമുള്ളവരൊക്കെ അവരോടാണ് വീണ്ടും വീണ്ടും നമ്മൾ നബിയെ പറയുന്നത്. നമ്മൾ 25 വയസ്സിൽ താഴെയുള്ളവരെ ഫോക്കസ് ചെയ്യണം. അവരാണ് സോഷ്യൽ മീഡിയയിൽ, അവരാണ് ട്വിറ്ററിൽ, അവരാണ് ടെലഗ്രാമിൽ, അവരാണ് ഇൻസ്റ്റയിൽ. അവിടെയൊക്കെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടിച്ചു കീറുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയും താലൂക്കിന്റെ പരിപാടിയും എന്നതിലേക്കാണ് പറയുന്നത്. സാധാരണ നമ്മൾ അങ്ങനെ വിജയിപ്പിക്കാറില്ല. അതുകൊണ്ടാണ് അത്ര ശക്തമായി പറയുന്നത്. സൽസ്വഭാവം ശീലിക്കുന്നതിനും അനുയായികളെ ശീലിപ്പിക്കുന്നതിനും മറ്റെല്ലാറ്റിനേക്കാളും പ്രാമുഖ്യം നൽകിയ തിരുമേനിയുടെ പൊതുവായ ചില ശീലങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നുപോകുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണ് വയനാട് ദുരന്തത്തിലൂടെ രക്ഷാപ്രവർത്തകരായ യുവാക്കൾ നമുക്ക് കാണിച്ചു തന്നതെന്ന് സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു. സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 4 ബുധനാഴ്ചയാണ് മദ്ഹ് റസൂൽ കോൺഫറൻസ് നടത്തുന്നത്. മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കൺവെൻഷനിൽ സമസ്ത തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് PY ഇബ്രാഹിം അൻവരി പഴയന്നൂർ അധ്യക്ഷത വഹിച്ചു. സമസ്ത ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദീഖ് ഫൈസി മങ്കര മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി PM അബ്ദുൾ റഹ്മാൻ ദാരിമി, സെക്രട്ടറി KA ഹംസക്കുട്ടി മൗലവി, സംസ്ഥയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കളായ സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ, മുഫത്തിഷ് ബാദുഷ അൻവരി, മുഫത്തിഷ് ഇബ്രാഹിം അൻവരി, CA സുലൈമാൻ മുസ്ലിയാർ, BAM അജ്മൽ ബാഗവി, അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, PS ഖമറുദ്ദീൻ മൗലവി, ഖാജ അൻവരി, ഷഹീർ ദേശമംഗലം, VP ഷാഹിദ് കോയത്തങ്ങൾ, KM ഉമ്മർ മാസ്റ്റർ, TS മമ്മി സാഹിബ്, PP അബ്ദുൾ സലാം, സലീം കല്ലിങ്ങൽ ഉദുവടി, NS അബ്ദുൾ റഹ്മാൻ ഹാജി, MSM ഹാജി, KM മുഹമ്മദ് ഹാജി, PK മൂസ, KS മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.